നമസ്കാരം. ഇന്നത്തെ ജ്ഞാനം കർമ്മത്തെക്കുറിച്ചാണ്. ഇത് കാലിഫോർണിയയിൽ വെച്ച് 1995 ജൂൺ 29 ഗുരുജി പറഞ്ഞതാണ്. കർമ്മം ചേതനയിലെ മുദ്രണമാണ് കർമ്മം. കർമ്മം സമാനങ്ങളായ സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും പ്രവൃത്തികളെയും ആകർഷിക്കുന്നു. കർമ്മത്തിന് 3 ഘടകങ്ങളാണുള്ളത്: മുദ്രണം, പ്രവർത്തനം, ഫലം എന്നിവയാണവ. ഉദാഹരണത്തിന്, നിങ്ങളൊരു വാഴപ്പഴത്തിലേക്ക് നോക്കുന്നു. അതിലേക്ക് നോക്കുന്നത് കർമ്മമാണ്, പ്രവൃത്തിയാണ്. മുമ്പ് കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് കർമ്മമാണ്. കർമ്മം എന്ന മുദ്രണമാണ്. പിന്നീട് അത് വേണമെന്ന ആഗ്രഹമായി നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളത് കഴിക്കുന്നു. ഇത് കർമ്മത്തിൻ്റെ ഫലമാണ്. അതിനെ നോക്കുന്നതും ആഗ്രഹിക്കുന്നതും ഭക്ഷിക്കുന്നതുമെല്ലാം കർമ്മമാണ്. ബോധപൂർവമല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി കർമ്മത്തെ സൃഷ്ടിക്കുന്നു. പ്രവർത്തിക്കാത്തതും കർമ്മത്തിന് കാരണമാകുന്നു. എന്നാൽ ബോധപൂർവമായ പ്രവൃത്തി കർമ്മത്തെ അതിവർത്തിക്കുന്നു. ചോദ്യം: സ്വന്തം കർമ്മം മാറ്റാൻ നമുക്ക് പറ്റുമോ? ഗുരുദേവ്: ചില കർമ്മങ്ങൾ മാറ്റാവുന്നവയാണ്, ചിലത് മാറ്റാൻ പറ്റുകയുമില്ല. ഒരു മധുര പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിൽ വേണ്ടത്ര പഞ്ചസാരയും നെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. വേറെ എന്തെങ്കിലും ചേരുവ കൂടുതലാണെങ്കിലും അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരിക്കൽ പാചകം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു മാറ്റവും വരുത്താനാവില്ല. പാലിനെ ലസ്സിയായോ പുളിച്ച മോരായോ ആക്കാം. പുളിച്ച മോരിൽ മധുരം ചേർക്കാം. എന്നാൽ ഇത് രണ്ടും തിരിച്ച് പാലാവുകയില്ല. 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്: പ്രാരബ്ധ കർമ്മം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ തന്നെ ഫലം നൽകുന്നതുമായ കർമ്മം ആണിത്. സംഭവിച്ചു കഴിഞ്ഞതായതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാനാകില്ല. സഞ്ചിത കർമ്മം, ഭൂതകാലത്തിൽ നിന്ന് നമ്മൾ ശേഖരിച്ച കർമ്മമാണിത്. ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന വാസനകളോ മുദ്രണങ്ങളോ ആണവ. സഞ്ചിത കർമ്മങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് അവയെ എരിച്ചു കളയാവുന്നതാണ്. ആഗമി കർമ്മം, കർമ്മത്തിൻ്റെ ഭാവി ഫലമാണിത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കുറ്റം ചെയ്തു. ഇന്നു നിങ്ങൾ പിടിക്കപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ഒരിക്കൽ നിങ്ങൾ പിടിക്കപ്പെട്ടേക്കാമെന്ന സാധ്യതയുണ്ട്. മനസ്സിലെ മുദ്രണങ്ങൾ മായ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ കർമ്മമുക്തമാക്കുന്നു. സത്സംഗ്, യോഗ, ധ്യാനം എന്നിവ നിഷേധ കർമ്മങ്ങളെ മുളയ്ക്കാൻ അവസരം കൊടുക്കാതെ എല്ലാ കർമ്മങ്ങളുടെയും വിത്ത് എരിച്ചു കളയുന്നു. ജയ് ഗുരുദേവ്.